സമയം രാവിലെ 8 മണി. റൂമിൽ നിന്ന് ഇറങ്ങുന്ന സ്ഥലത്ത് തന്നെ ഇവിടെ ഭയങ്കര ഉപകാരമുണ്ട്. എന്താ പറയുക, ഓരോരോ സ്ഥലത്തിൻ്റെതും എന്തൊക്കെയാണെന്നും എത്ര കിലോമീറ്റർ എന്നൊക്കെ എല്ലാം ഉണ്ട്. ഗുഡ് മോർണിംഗ് കാശ്മീർ. നല്ല മഴയുണ്ടായിരുന്നു ഇന്ന് ഞങ്ങൾ വരുമ്പോഴുള്ള മഴ. അതിൽ താമസിക്കുന്ന റൂമിൻ്റെ താഴെ തന്നെ പട്ടാളക്കാരുണ്ട്. അവിടെ തന്നെ പട്ടാളക്കാരുണ്ട്. ഞങ്ങൾ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഉണ്ട് ഒരു 800 ഒന്ന് നിർത്തി. മാർക്കറ്റിലേക്ക് പോകണമെന്ന് എത്തിയത് ഇയാളെ വണ്ടിയിൽ എല്ലാ സാധനമുണ്ട്. എല്ലാവരും ഓരോരുത്തർ സാധനം വാങ്ങി അത്യാവശ്യമുള്ളതൊക്കെ. മാർക്കറ്റിലേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. ചെറിയ റേറ്റ് 50 റുപ്യക്ക് 100 റുപ്യക്കൊക്കെ. ചൂടൊന്നും അറിയുന്നില്ല. വീഡിയോ ഒന്നും അറിയുന്നില്ല ചൂടൊന്നും. റൂമിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ നടന്നുകൊണ്ടുണ്ട്. ഇതൊരു ലേക്ക്, അതിൻ്റെ സെൻറ്ററിലുള്ള ചെറിയൊരു പാലം. തണുപ്പ്. ഇന്നത്തെ ആദ്യത്തെ ഫോട്ടോഷൂട്ട്. ബാക്കിൽ എന്തോ ഒരു പാർക്കുണ്ട്, അത് ആൾക്കാരൊന്നുമില്ല. പിന്നെ ഇവിടെ ഒരു കാര്യമുണ്ട്, രാവിലെ 10 മണി 9 മണി 10 മണിയൊക്കെ ആവണം ഇതിലൊക്കെ തുറക്കാൻ. പക്ഷെ ഇന്ന് സ്നോ ഒന്നുമില്ല, മഞ്ഞുമില്ല ഇവിടെ ടൗണിൽ. അതുകൊണ്ട് ചെറുതായിട്ട് ചെറുങ്ങനെയൊക്കെ ഓപ്പണായി ഇങ്ങനെ വരുന്നുണ്ട്. സമയം 10 മണി ആവുന്നതേ ഉള്ളൂ. തണുപ്പ് സഹിക്കാൻ പറ്റാത്ത. ഞങ്ങൾ നിൽക്കുന്ന റൂം അതാണ്. അതിന് നേരെ ഇപ്പുറത്തുള്ള ഈ ബിൽഡിങ് എന്തോ പട്ടാളക്കാരെ ക്യാമ്പാണ്. ഇവിടെ ഫുള്ള് പട്ടാളക്കാരാണ്, റോഡിലും മറ്റൊക്കെ. ഞങ്ങൾ വരുന്ന വഴിയും കുറേ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് പട്ടാളക്കാരെ ഫുൾ സെക്യൂരിറ്റിയിലാണ് ഞങ്ങളൊക്കെ എടുക്കുന്നുള്ള. ഇപ്പോൾ ഇതെന്താ സിപ്പ് ലൈൻ ഉണ്ടോ? സിപ്പ് ലൈൻ ഉണ്ടോ? എങ്ങോട്ട് സിപ്പ് ലൈന്? അങ്ങ് ലാസ്റ്റ് ദാലേക്കിൻ്റെ മുകളിൽ പോവാ, അല്ലെ ഷാലേക്കിൻ്റെ മുകളിൽ പോവോ? ചെറിയ എടുത്തോർമ്മ ഉണ്ടാവുള്ളൂ. അമ്മ നമ്മൾ കീറും. ഇങ്ങനെ എടുത്തുനിന്ന് ഇതിലെ വഴിയുണ്ട്. ഇതൊരു ലേക്ക്. മരങ്ങൾ ഫുള്ള് ഇല പൊഴിഞ്ഞിട്ട് ലേക്ക് ഫുള്ള് വെള്ളം കണ്ട ഫുള്ള് ഇലകൾ നിറഞ്ഞിട്ടുണ്ട്. ഈ കളർ ഇല മരങ്ങളൊക്കെ ഒന്നിലും ഇലയില്ല കേട്ടോ, എല്ലാം പൊഴിഞ്ഞ്. ഇനിയിപ്പോൾ മഴയുള്ള സീസൺ വരാനുണ്ട്. പക്ഷെ മഴയല്ല, ഈ ഫ്ലവർ സീസണ് 1-2 മാസം കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ ഫുള്ള് പച്ചപ്പടിക്കും. ഈ ചുറ്റുവട്ടത്തുള്ള മലയിൽ നിന്ന് മഞ്ഞ് കാണുന്നില്ല. മഴ പെയ്തതിന് ശേഷം ഉള്ള മഞ്ഞും കൂടെ പോയി. തണുപ്പാണ് സഹിക്കാൻ പറ്റാത്ത. ഇതാണ് പുഴയിൽ കുറച്ചൊക്കെ വെള്ളം കാണുന്നുള്ളൂ. നല്ല വെള്ളമുണ്ട് കേട്ടോ. കാണുന്ന മിക്കവാറും ഇലകളാണ്. ഇല മൊത്തം ഉണ്ട്. എന്താ ഇവിടെ ഹൗസ് ബോട്ടൊക്കെ നിർത്തിയിട്ടുണ്ട് ഫുള്ള്. അത്യാവശ്യം നല്ല ആഴമുണ്ട്. ഇതിൽ ഇങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ഈ പക്ഷികൾ, താറാവ്, മൈന, അങ്ങനത്തെ കുറേ സാധനങ്ങൾ വെള്ളത്തിലുണ്ട്. മീനൊന്നും കാണുന്നില്ല. ഇതിങ്ങനെ ഒരു പാർക്കാണല്ലോ. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതുപോലെ ഇവിടെയുണ്ട് വാക്കിംഗ് റണ്ണിങ്. ഗുഡ് മോർണിംഗ്. ഹായ്. നമുക്ക് മൊത്തത്തിൽ ശ്രീനഗർ എന്ന് പറയുന്ന സ്ഥലം ഈ കാണുന്നതാണ്. അതിൻ്റെ ഒരു 160 വ്യൂ ആണിത്. ഈ പാലത്തിൻ്റെ അപ്പുറത്താണ് ദാൽ ലേക്ക്, ദാൽ ഗേറ്റൊക്കെ ഉള്ളത്. അപ്പം അങ്ങോട്ട് പോകണം. പാർക്കിലെങ്ങനെ നടന്ന് ഇന്ത്യയിലേക്ക് എത്തി. ഇതാണ് ശ്രീനഗർ ടൗൺ. ഇനി അങ്ങോട്ടൊക്കെയാണ്. ഇനി അങ്ങോട്ട് പോയാൽ അവിടെയാണ് ടാക്സി സ്റ്റാൻഡ്, ബസ് സ്റ്റാൻഡ്, റിക്ഷ സ്റ്റാൻഡൊക്കെ ഉള്ളത്. ഒരു മലയുണ്ട്. മലയുടെ മുകളിൽ ചെറുതായിട്ട് കോടമഞ്ഞ് വരുന്നുണ്ട്. ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല, ഇവിടെയൊക്കെ വെള്ളമുണ്ട്. നേരമില്ലാത്തതുകൊണ്ട് വെള്ളം കാണുന്നുണ്ട്. നല്ല ട്രാഫിക് ഉണ്ട്. 10 കാലമായി.
ഇല്ല, ഇത് ആപ്പിൾ സീസൺ അല്ല, അങ്ങോട്ടാണ് ദാലിലേക്ക്. അത്യാവശ്യം ട്രാഫിക് ഉണ്ട് ഇപ്പോൾ തന്നെ. ആ അതാ സൈക്കിൾ ട്രാക്കിൽ കയറിയിട്ട് ഇങ്ങനെ കയറി. ആ ഇത് നമ്മൾ വന്ന വഴി തന്നെടാ, നമ്മൾ വന്ന വഴിയിലതാ സൈക്കിളുണ്ട്. ഇവിടെ ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം ടൈം ഉണ്ടെങ്കിൽ. ശ്രീനഗർ സ്മാർട്ട് സിറ്റി ലിമിറ്റഡ് ഡൗൺലോഡ് ചെയ്യണം, പിന്നെ സ്കാൻ ചെയ്യണം, റൈഡാക്കുക, തിരിച്ച് റിട്ടേൺ ചെയ്യാം. ഇവിടെ 30 മിനിറ്റ് ഫ്രീ ആണ്, പിന്നെ 60 മിനിറ്റിന് 5 രൂപ. നല്ല ഐഡിയ ആണല്ലോ, ഫ്രീ ഉണ്ടല്ലോ 30 മിനിറ്റ്. എടുത്ത് നോക്കണമല്ലോ. മെയിൻ റോഡിൻ്റെ സൈഡും ഇതാ ഒരു പച്ച സൈക്കിൾ ട്രാക്ക് ഉണ്ട്. ഇവിടെയുണ്ട് സൈക്കിള്. ഇവിടെ കുറേ സൈക്കിളുണ്ട്. ബൺ ഫാറ്റ് നോട്ട് ഫ്യൂൽ. ഇവിടെ ഇതേപോലെ ഇവിടെ കുറേ സൈക്കിളുണ്ട്. ആരോ സൈക്കിൾ എടുത്ത് ലോക്കാക്കാതെ വെച്ചിട്ടുണ്ട്. എന്തായാലും അപ്പുറത്തുണ്ട് ഇതേപോലെ സൈക്കിൾ ട്രാക്ക്. ഇവിടെ ഗ്രീൻ സിറ്റിക്ക് നല്ല ഇത് കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നത്. ടാക്സി സ്റ്റാൻഡാണ്. ഇവിടെ ഇങ്ങനെ ബാർഗനിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് ഇപ്പോൾ ഞങ്ങൾ ശ്രീനഗർ ലോക്കൽ നട്ട് ഒഴിവാക്കിയിട്ട് വേറെ ടീമിനെ കിട്ടി. അപ്പോൾ 7 ആൾക്കാരായി. അപ്പോൾ 7 ആൾക്കാരും കൂടി ഒരു ടാക്സി പിടിച്ചിട്ട് പാലഗാമിലേക്ക് പോകാൻ കരുതി. സോൽമാർഗ് ഗുൽമാർഗൊക്കെ ഇന്ന് ക്ലോസ് അല്ലേ? ശേഷം എത്രയിട്ട് 3,200 പാലഗാമിലേക്ക് ചെയ്ത്. ഞങ്ങൾ ഡ്രൈവർ ഇന്നോവ എടുക്കുന്നുണ്ട്. ലാസ്റ്റ് ഫൈനലി 7 ആൾക്ക് ഇന്നോവയിൽ പാലഗാമിലേക്ക് 3,100. അപ്പോൾ ഒരാൾക്ക് 450 രൂപ വെച്ചിട്ട്. സ്നോ ഇത് മഞ്ഞ് സ്നോ. എവിടുത്തെ നമ്മൾ റൂം? ഓ മഞ്ഞ് നിൽക്കാൻ പറ്റുന്നില്ല. കുറച്ച് നല്ല സ്നോ ഉണ്ട്. ഇത്ര ടൈം ഉണ്ടായില്ല. ഞങ്ങൾ പാലഗാമിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി, വണ്ടി റെഡിയാക്കിയപ്പോൾ മഞ്ഞ് പെയ്യുന്നത്. താണിച്ചിട്ട് ലക്കുണ്ട്. കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് ഞങ്ങൾ കാശ്മീർ എത്തിയത്, അഥവാ ശ്രീനഗറിൽ. അങ്ങനെ ഇന്ന് രാവിലെ എണീറ്റ് ശ്രീനഗർ ഒന്ന് ചുറ്റിയിട്ട് തണുപ്പൊക്കെ ഒന്ന് സെറ്റാക്കാമെന്ന് കരുതി ശ്രീനഗർ ടൗണിലൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു 2 പേരെ പരിചയപ്പെട്ട്, കാസർഗോഡുള്ള. അപ്പോൾ അവരും ഇങ്ങനെ പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ലാതെ ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പോൾ അവരും പഹൽഗാം പോയിട്ടില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട്, ഞങ്ങൾ 5 പേരും അവർ 2 പേരും, അങ്ങനെ ഒരു 7 ആൾക്കാരായപ്പോൾ, ഒരു ടാക്സിക്ക് ആളായപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി പഹൽഗാമിലേക്ക് പോകാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തീരുമാനിക്കാത്തൊരു പഹൽഗാം പ്ലാൻ ചെയ്ത്, ഞങ്ങൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് നല്ല സ്നോ തുടങ്ങി. ഞങ്ങളുടെ യാത്ര പിന്നെ പഹൽഗാമിലോട്ട് മാറ്റി. ഇതാ ഈ കാണുന്നുള്ളത് പഹൽഗാമിലേക്ക് പോകുമ്പോഴുള്ള കാഴ്ചയാണ്. ഹെവി സ്നോ എന്ന് പറഞ്ഞാൽ ഹെവി സ്നോ ആയിരുന്നു. ഓക്കെ, അപ്പോൾ പഹൽഗാം കാഴ്ചകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.